അടിപൊളി പടം, നല്ല പടം, അടിപൊളി അടിപൊളി പടമാണ്. എല്ലാരും സ്വീകരിച്ചു തോന്നുന്നുണ്ടോ? എല്ലാരും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മള് ജോലി ചെയ്തേ, എല്ലാവരും സ്വീകരിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാ സിനിമകളും അച്ഛനെ പൊന്മാ സൂപ്പറാന്ന് പറയാങ്കോ. നല്ല പടം, നല്ല പടം, നല്ല പടം, സൂപ്പർ പടം, സൂപ്പർ ഇമോഷണൽ പ്രേക്ഷകർക്ക് കണ്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കണ്ണു പറഞ്ഞു പോയി, അടിപൊളി പടം. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. ജ്യോതിഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാമെന്നൊന്നും പറയില്ല. ഒരു തഴക്കവും പഴക്കവും വന്ന പോലെയുള്ള നല്ല ഡയറക്ഷൻ, നല്ല സിനിമ, നല്ല അഭിനയം, എല്ലാവരുടെയും ഗംഭീര സിനിമ. ഞങ്ങൾ കുറെ പുതുമുഖങ്ങളൊക്കെ ഓഡിഷൻ ചെയ്തിരുന്ന അടിപൊളി പടമായിരുന്നു. ഇവരൊക്കെ അടിപൊളിയായിരുന്നു, ഞാനും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം പ്രേക്ഷകർക്കൊപ്പം കണ്ടൊരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ? നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പടം എന്തായാലും ഹിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം, ഇതിനൊരു ഭാഗമാകുമ്പോൾ സന്തോഷം. ഹിറ്റാണ് പടം, ഹിറ്റാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. അടിപൊളിയാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തു. ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. എങ്ങനെ തോന്നുന്നു സിനിമയാണ്. ഭയങ്കര ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. ഇങ്ങനെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ്. കൊല്ലംകാരുടെ വൈബ്, കൊല്ലംകാരുടെ ഒരു വൈബ് കാണിച്ചു. അടിപൊളി വൈബ്. അത് ചേട്ടാ ഒന്ന് കുറച്ച് ബാങ്കിലോടിക്കോ, കുറച്ച് ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ്. നന്നായിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് മാത്രമേ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ നല്ല കൈയ്യടി കിട്ടുന്നു. അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ആൾക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ ആ കൈയ്യടി. അതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഇവിടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട്. ജ്യോതിഷേണ്ട ആദ്യത്തെ സംവിധാനമാണ്. നല്ല രീതിയിൽ വന്നിട്ട് എല്ലാവരും റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും പണം കണ്ടിട്ട് പറയും. താങ്ക് യു. ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയും. ഞാൻ നന്നായി മുടി വെച്ച് അഭിനയിച്ചു. രസമുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളി. അമ്പാൻ ചെയ്ത ക്യാരക്ടർ ചെയ്തു, എല്ലാവരും അടിപൊളി. അത് സെക്കൻഡ് പാർട്ടിൽ വരും. അടിപൊളി പടമായിരുന്നു, നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അമ്മ ഒരു മിനിറ്റ്, സൂപ്പർ പടം. ശരി, താങ്ക് യു. മൂവി ഒരു രക്ഷയില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ല, പേരിന് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ സിനിമയായിട്ട്. അടിപൊളി മൂവിയാണ്. ബേസിലിൻ്റെ ഇങ്ങോട്ടും തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ സജിൻ ഗോപു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാവരും ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ദീപക് പരമോലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. അതുപോലെ ലിജോ മോളുടെ ക്യാരക്ടറും ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ ശരിക്കും ഫസ്റ്റ് നമ്മൾ വിചാരിക്കും കുറച്ച് കോമഡി ആയിരിക്കും ബേസിലെ ക്യാരക്ടറിന് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ. നല്ല മൂവിയാണ്. സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര കണക്ട് ആവുന്ന പടം. കണ്ടുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ അതായത് അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു പടമാണ് അത്. ആ രീതിയിൽ താങ്ക് യു ബ്രോ, താങ്ക് യു. സന്തോഷം. പോട്ടെ. ശരി. അറിയാ കൊല്ലം കാണിക്കുന്ന വീഡിയോ എടുത്തതും ഒക്കെ കൊല്ലം ആ ഏരിയയൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന പടമാണ്. സൂപ്പർ. ബേസിൽ എനിക്ക് ഇതിനൊരു അവാർഡ്
അവാർഡ് തന്നെ കൊടുക്കണം ബേസിൽ ഈ പടത്തിൽ. സത്യമായിട്ടും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലിജോ മോളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മരിയാനോ ആ അത് പൊളിച്ച് എല്ലാവരുടെയും ആക്ടിങ് അടിപൊളിയാണ്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ്. അപ്പോൾ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഇത്ര നല്ല സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിന്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സീൻ കിട്ടിയതിന് സന്തോഷമുണ്ട്. ഡയറക്ടർ ജോയി ചേട്ടൻ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പടം പോയി കാണാൻ നല്ല പടമാണ്, വിജയിപ്പിക്കുക. അപ്പോൾ താങ്ക് യു. തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റായിട്ടും കാണാൻ ശ്രമിക്കുക എല്ലാവരും. അടിപൊളി പടമാണ്. ആവേശത്തിനകത്ത് കണ്ട അംബാനെ അല്ല പൊന്മാനകത്തുള്ള അംബാൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ.